കണ്ണാടിയിൽ നിന്ന് പുറത്തേക്ക് നീണ്ട ആ കൈ അർജുൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവൻ്റെ നഖങ്ങൾ അർജുൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി. വല്ലാത്തൊരു തണുപ്പ് അർജുൻ്റെ ശരീരമാകെ പടർന്നു. അവന് ശബ്ദം പുറത്തു വന്നില്ല. പത്മനാഭൻ ഇത് കണ്ട് ഞെട്ടി. അദ്ദേഹം പെട്ടെന്ന് തൻ്റെ അരയിൽ തിരികിയിരുന്ന പുരാതനമായ ഒരു കത്തി പുറത്തെടുത്തു. അതിൻ്റെ പിടിയും ബ്ലേഡും വിചിത്രമായ ലിപികളാൽ കൊത്തിയിരുന്നു. അദ്ദേഹം ആ കത്തി കൊണ്ട് കണ്ണാടിയിലെ ആ കൈയിൽ ആഞ്ഞു വെട്ടി. ഉഗ്ര എന്നൊരു അലർച്ചയോടെ ആ കൈ പിന്നിലേക്ക് വലിക്കപ്പെട്ടു. കണ്ണാടി തകർന്ന് തരിപ്പണമായി. പക്ഷേ തകർന്ന ഓരോ ചില്ല് കഷ്ണത്തിലും ആ ഗന്ധർവൻ്റെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു. നമ്മൾ ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല. അവൻ ഈ വീടിൻ്റെ എല്ലാ കോണിലും എത്തിക്കഴിഞ്ഞു. പത്മനാഭൻ അർജുനെ താങ്ങിപ്പിടിച്ച് അടുക്കളവാതിലിലൂടെ പുറത്തേക്കിറങ്ങി. പുറത്ത് കാട് നിശബ്ദമായിരുന്നു. പക്ഷേ അത് മരണത്തിൻ്റെ നിശബ്ദതയായിരുന്നു. അവർ കാടിനുള്ളിലെ ചെറിയൊരു പാതയിലൂടെ ഓടി. അർജുൻ്റെ കൈത്തണ്ടയിലെ മുറിവ് കൂടുതൽ കറുത്തു വന്നിരുന്നു. അതിൽ നിന്ന് വരുന്ന ഗന്ധം ഇപ്പോൾ അർജുൻ്റെ മസ്തിഷ്കത്തെ മയക്കാൻ തുടങ്ങി. അവന് ചുറ്റുമുള്ള മരങ്ങൾ നൃത്തം ചെയ്യുന്നത് പോലെ അവന് തോന്നി. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അർജുൻ വിക്കി വിക്കി ചോദിച്ചു. ഈ വനത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു പഴയ തറവാടുണ്ട്, കിഴക്കേ മഠം. അവിടെ ഒരു വിശുദ്ധമായ അമ്പലമുണ്ട്. ആ മതിലിനകത്ത് പ്രവേശിച്ചാൽ അവന് നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. പക്ഷേ അമാവാസി കഴിയും വരെ നാം അവിടെ കഴിയണം, പത്മനാഭൻ പറഞ്ഞു. കുറച്ചു ദൂരം ഓടിയപ്പോൾ അവർ ഒരു ചതുപ്പ് നിലത്തിലെത്തി. പെട്ടെന്ന് കാറ്റിൻ്റെ ദിശ മാറി. അർജുൻ കേട്ട ആ വിചിത്രമായ സംഗീതം വീണ്ടും ഒഴുകി വന്നു. ഈ തവണ അത് വളരെ അടുത്തായിരുന്നു. ചതുപ്പിലെ ചെളിവെള്ളത്തിൽ നിന്ന് സാവധാനം രൂപങ്ങൾ ഉയർന്നു വന്നു. അവ മനുഷ്യരൂപങ്ങളായിരുന്നില്ല, മറിച്ച് പുഴുക്കളും പാമ്പുകളും നിറഞ്ഞ ശവശരീരങ്ങളായിരുന്നു. അവൻ്റെ ഇരകൾ. പത്മനാഭൻ മുന്നറിയിപ്പ് നൽകി. നോക്കരുത്, അവരുടെ കണ്ണുകളിലേക്ക് നോക്കരുത്. ആ ശവശരീരങ്ങൾ അർജുൻ്റെ പേര് വിളിക്കാൻ തുടങ്ങി. അർജുൻ, വാ, ഞങ്ങളുടെ കൂടെ വരൂ. അവരുടെ ശബ്ദത്തിൽ ഒരു വശീകരണ ശക്തിയുണ്ടായിരുന്നു. അർജുൻ്റെ കാലുകൾ തളർന്നു. അവൻ ആ രൂപങ്ങൾക്കടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഒരു ശവശരീരം അർജുനെ കെട്ടിപ്പിടിച്ചു. അതിൻ്റെ ശരീരത്തിലെ പുഴുക്കൾ അർജുൻ്റെ ശരീരത്തിലേക്ക് ഇഴഞ്ഞു കയറാൻ തുടങ്ങി. അർജുൻ! പത്മനാഭൻ അലറി. അദ്ദേഹം ആ മന്ത്രക്കത്തി കൊണ്ട് ചതുപ്പിലെ വെള്ളത്തിൽ ഒരു വൃത്തം വരച്ചു. പെട്ടെന്ന് ഒരു തീവലയം ആ വൃത്തത്തിൽ നിന്ന് ഉയർന്നു വന്നു. ശവശരീരങ്ങൾ ഭയന്ന് പിന്നിലേക്ക് മാറി. അർജുൻ ബോധരഹിതനായി താഴെ വീണു. പത്മനാഭൻ അവനെ തോളിലിട്ട് ബാക്കി ദൂരം ഓടി. അർജുൻ കണ്ണു തുറക്കുമ്പോൾ അവനൊരു പഴയ അമ്പലത്തിൻ്റെ തിരുമുറ്റത്തായിരുന്നു. ചുറ്റും കരിങ്കൽ മതിലുകൾ, നിലവിളക്കിൻ്റെ വെളിച്ചം. പത്മനാഭൻ അവനരികിലിരുന്ന് മന്ത്രം ജപിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ രക്ഷപ്പെട്ടോ? അർജുൻ ചോദിച്ചു. അവൻ്റെ ശബ്ദം തീരെ ദുർബലമായിരുന്നു. ഇപ്പോൾ രക്ഷപ്പെട്ടു. പക്ഷേ ഈ മതിലുകൾക്ക് പുറത്ത് അവൻ കാത്തിരിപ്പുണ്ട്. നിന്റെ സമയം കുറഞ്ഞു വരികയാണ്, പത്മനാഭൻ പറഞ്ഞു. അവൻ നിന്നെ തൊട്ടു. നിന്റെ രക്തത്തിൽ അവൻ്റെ അംശം കലർന്നിരിക്കുന്നു. അടുത്ത പൗർണമിക്ക് മുമ്പ് നിന്നെ ബലി കൊടുത്തില്ലെങ്കിൽ അവൻ കൂടുതൽ ക്രൂരനാകും. അർജുൻ തൻ്റെ കൈത്തണ്ടയിലെ മുറിവിലേക്ക് നോക്കി. അതിപ്പോൾ അവൻ്റെ കൈമുട്ട് വരെ പടർന്നിരുന്നു. ചർമ്മത്തിൽ വിചിത്രമായ ലിപികൾ തെളിഞ്ഞു വരുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് അമ്പലത്തിൻ്റെ വലിയ മതിൽക്കെട്ടിന് മുകളിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. അതാ ഗന്ധർവനായിരുന്നില്ല, മറിച്ച് ഒരു സ്ത്രീരൂപമായിരുന്നു. അവൾക്ക് ചുറ്റും മുല്ലപ്പൂവിൻ്റെ സൗമ്യമായ ഗന്ധം. അവൾ അർജുനെ നോക്കി നനഞ്ഞ കണ്ണുകളോടെ കൈവീശി. നീ ആരാണ് നീ? അർജുൻ ചോദിച്ചു. ആ സ്ത്രീരൂപം സംസാരിച്ചില്ല. അവൾ അമ്പലത്തിൻ്റെ ഒരു കോണിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ഒരു പഴയ കിണറുണ്ടായിരുന്നു. അതിൽ നിന്ന് കറുത്ത പുക ഉയരുന്നുണ്ടായിരുന്നു. അത് ആരാണ് പത്മനാഭ? പത്മനാഭൻ അങ്ങോട്ട് നോക്കി. ശേഷം നെടുവീർപ്പിട്ടു. സരസ്വതി, ഗന്ധർവൻ്റെ ആദ്യത്തെ ഇര, എൻ്റെ അനിയത്തി. അവൾ നിനക്കെന്തോ മുന്നറിയിപ്പ് നൽകുകയാണ്. ആ കിണറിനുള്ളിലാണ് ഗന്ധർവൻ്റെ യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് അമ്പലത്തിന് പുറത്തു നിന്ന് ഗന്ധർവൻ്റെ ഭീകരമായി ചിരിമുഴങ്ങി. അമ്പലത്തിലെ വിളക്കുകൾ അണഞ്ഞു. നീ എത്ര കാലം ഒളിച്ചിരിക്കും? നിന്റെ രക്തത്തിൻ്റെ മണം എനിക്കറിയാം അർജുൻ.